ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാള സിനിമയുടെ സുവർണകാലമായിരുന്ന 90കളുടെ ആദ്യ പകുതിയിൽ സൂപ്പർ ഹിറ്റ് കോംബോ ആയി മാറിയ മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. കലാമൂല്യവും സാമ്പത്തിക വിജയങ്ങളും ഒരേപോലെ മോഹൻലാലിന് നേടിക്കൊടുത്തതിൽ ലോഹിതദാസ്, സിബി മലയിൽ കൂട്ടുകെട്ടിന് ഏറെ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ കരിയറിൽ സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ഈ കൂട്ടുകെട്ടിൽ ആകെ 7 ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഇതിൽ മിക്ക ചിത്രങ്ങളും സാമ്പത്തികമായി വിജയങ്ങളായിരുന്നു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു 1989 ജൂലൈ 7 തിയേറ്ററുകളിലെത്തിയ കിരീടം. സിബി മലയിലെ സംവിധാനത്തിൽ ലോഹിതദാസിന്റെ തിരക്കഥാ സംഭാഷണത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി മാറിയ ചിത്രമായിരുന്നു. കൃപ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും മികച്ച ചിത്രമായി ഇന്നും അറിയപ്പെടുന്നു. മോഹൻലാൽ സേതുമാധവൻ എന്ന അവിസ്മരണീയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച കിരീടം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വൻ വിജയമാണ് അക്കാലത്ത് നേടിയത്. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഈ ചിത്രത്തിൽ ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനം മലയാളി പ്രേക്ഷകർക്ക് ഇന്നും നോസ്റ്റാൾജിക് ഫീലിംഗ് നൽകുന്ന ഒരു ഗാനമാണ്. തിലകനും മികച്ചൊരു അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ പാർവതി, മുരളി, ജഗതി ശ്രീകുമാർ, ശ്രീനാഥ്, കവിയൂർ പൊന്നമ്മ എന്നിവരെ കൂടാതെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രമായി അവതരിപ്പിച്ച മോഹൻരാജും പ്രധാന കഥാപാത്രമായി എത്തി. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു കിരീടം. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു 89 ഒക്ടോബർ 19 തിയേറ്ററുകളിലെത്തിയ ദശരഥം. സാഗ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ രാജീവ് മേനോൻ എന്ന മികച്ചൊരു കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അതുവരെ ആരും പറയാത്ത ഒരു പ്രമേയം കൈകാര്യം ചെയ്ത ഈ ചിത്രം ലോഹിതദാസിന്റെ വേറിട്ടൊരു രചനയായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദശരഥം. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് വേണ്ട രീതിയിൽ പരിഗണന ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആവറേജ് വിജയം മാത്രം കൈവരിക്കാനേ ദശരഥത്തിനായുള്ളൂ. എന്നിരുന്നാലും മോഹൻലാലിന്റെ മികച്ച അഭിനയ മികവുകൊണ്ട് നല്ലൊരു ചിത്രം എന്ന പേര് നേടിയെടുക്കാൻ ദശരഥത്തിനായി. രേഖ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ മുരളി, നെടുമുടി വേണു തുടങ്ങിയവരും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ തുടങ്ങിയ മന്ദാര ചെപ്പുണ്ടോ എന്ന ഗാനം അക്കാലത്ത് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു 1990 മാർച്ച് 31 തിയേറ്ററുകളിലെത്തിയ ഹിസ് ഹൈനസ് അബ്ദുള്ള. പ്രണവ് മാർച്ചിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നിർമ്മിച്ച ഈ ചിത്രം സംഗീതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ കൊണ്ട് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഹിസ് ഹൈനസ് അബ്ദുള്ള മധ്യവേനലാവധി വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഗംഭീര വിജയമായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ നേടിയിരുന്നത്. 1990 തന്നെ ഏറ്റവും മികച്ച പണവാരി ചിത്രമായി മാറിയ ഹിസ് ഹൈനസ് അബ്ദുള്ള മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിന് ഏറെ മൈലേജ് നൽകി. ഗൗതമി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, MG സോമൻ, ശങ്കരാടി, തിക്കുറിശി, കവിയൂർ പൊന്നമ്മ തുടങ്ങി നിരവധി താരങ്ങളായിരുന്നു അണിനിരന്നിരുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ 150 ദിവസത്തിനോടടുത്ത് പ്രദർശിപ്പിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള മോഹൻലാലിന്റെ എവർഗ്രീൻ ക്ലാസിക്കുകളൊന്നായി ഇന്നും അറിയപ്പെടുന്നു. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നാലാമത്തെ ചിത്രമായിരുന്നു 1991 ഫെബ്രുവരി 8 തിയേറ്ററുകളിലെത്തിയ ധനം. ചന്ദ്രകാന്ത് ഫിലിംസിന്റെ ബാനറിൽ MM രാമചന്ദ്രൻ നിർമ്മിച്ച ഈ ചിത്രം ഒരു ഫാമിലി ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മോഹൻലാൽ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ചാർമിളയായിരുന്നു നായിക. മുരളി, നാസർ, തിലകൻ, നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ, ബാബു നമ്പൂരി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം എന്നാൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കപ്പെടാതെ പോയ ധനം സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. മനോഹര ഗാനങ്ങൾ അടങ്ങിയ ധനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ അഞ്ചാമത്തെ ചിത്രമായിരുന്നു 1991 മാർച്ച് 29 തിയേറ്ററുകളിലെത്തിയ ഭരതം. സംഗീതത്തിനും അതിലുപരി കുടുംബ ബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു പ്രണവ് മാർസിന്റെ രണ്ടാമത്തെ ചിത്രമായ ഭരതം.
മോഹൻലാൽ കരിയറിലെ തന്നെ വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ മികച്ച കളക്ഷനിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് 91 നേടിയത്. നെടുമുടി വേണുവും വളരെ മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. മുരളി, ലക്ഷ്മി, കവിയൂർ പൊന്നമ്മ, സുചിത്ര തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രത്തിൽ ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിരുന്നു. മോഹൻലാൽ, ലോഹിതദാസ്, സിബി മലയിൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ 6ാമത്തെ ചിത്രമായിരുന്നു 1992 മാർച്ച് 25 തിയേറ്ററുകളിലെത്തിയ കമലദളം. പ്രണവ് മാർട്സ്, മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹാട്രിക് ചിത്രമായ കമലദളം ഇവരുടെ കൂട്ടുകെട്ടിലിറങ്ങിയ മറ്റു 2 ചിത്രങ്ങളെയും പോലെ തന്നെ സംഗീതത്തിന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. മോഹൻലാൽ നന്ദഗോപൻ എന്ന നൃത്താധ്യാപകനായി വേഷമിട്ട കമലദളം കലാമൂല്യവും ജനപ്രീതിയും ഒരേപോലെ നേടി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ വിഷുചിത്രമായിരുന്നു. മോഹൻലാലിനെ കൂടാതെ വിനീത്, മോനിഷ, പാർവതി, മുരളി, നെടുമുടി വേണു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കമലദളത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിലൊരുങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു 1993 ഡിസംബർ 11 തിയേറ്ററുകളിലെത്തിയ ചെങ്കോൽ. ഈ കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രമായ കിരീടം എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായിരുന്നു ചെങ്കോൽ. കിരീടം നേടിയ വൻ വിജയത്തിന്റെ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തിയ ചെങ്കോൽ ആദ്യ ചിത്രവുമായി കമ്പാരിസൺ കാരണം കുറച്ചൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വലിയ തോതിൽ ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചെങ്കോലും ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. കൃപ ഫിലിംസിന്റെ ബാനറിൽ എൻ കൃഷ്ണകുമാർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ തിലകൻ, ശ്രീനാഥ്, ശാന്തികൃഷ്ണ, സുരഭി, മാമുക്കോയ, ശങ്കരാടി, ഉഷ, കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, ഷമ്മി തിലകൻ, സ്പടികൻ ജോർജ്, മേഘനാഥൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരത്തിരുന്നു. സേതുമാധവൻ കൂടുതൽ ശക്തനായി തിരിച്ചു വന്ന ചെങ്കോൽ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അനായാസമായ അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ വൈകാരിക രംഗങ്ങളും സംഘടന രംഗങ്ങളും ഒരേപോലെ പ്രേക്ഷകർക്ക് വിരുന്നായി. ചെങ്കോലിന് ശേഷം സിബി മലയിൽ, ലോഹിതദാസ്, മോഹൻലാൽ ടീം വീണ്ടും ഒരു ചിത്രത്തിന് ഒരുമിച്ചില്ല. ആകെ സമ്മറി നോക്കുമ്പോൾ മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിലൊരുങ്ങിയ 7 ചിത്രങ്ങളിൽ 5 ചിത്രങ്ങൾ സാമ്പത്തികമായി വൻ വിജയം കൊയ്തപ്പോൾ ദശരഥം ആവറേജ് വിജയവും ധനം പരാജയവുമായി മാറി. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിന്റെ സക്സസ് റേഷ്യോ 79% ആണ്. ഇതിൽ കിരീടം, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ ചെങ്കോൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഇതിൽ 4 ചിത്രങ്ങൾക്ക് രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ 3 ചിത്രങ്ങൾക്ക് ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ചു. ഇത്രയുമാണ് മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.